അദ്ദേഹത്തെ കൂടെ ഈ ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. ധ്യാൻ ചേട്ടൻ ഒന്ന് ഫ്രണ്ടിലേക്ക് നിൽക്കണം. ഇവരെല്ലാവരും ധ്യാൻ ചേട്ടന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വെയിലായിരുന്നു, ഇടയ്ക്ക് മഴയായിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റി വെച്ച് ധ്യാൻ ചേട്ടനെ കാണാനായിട്ട്, ധ്യാൻ ചേട്ടൻ സംസാരം കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സ്കൈസെന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ സെറമണിക്കായിട്ട് ധ്യാൻ ചേട്ടൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കേൾക്കാൻ കൊതിച്ച വാക്കുകളിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്കൈസെന്റെ ഹോൾ ടീമിന് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകളിലേക്ക് ധ്യാൻ ചേട്ടൻ ഫസ്റ്റ് ഓഫ് ഓൾ ക്ഷമ ചോദിക്കുന്നു. ബ്ലോക്കിൽപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് അറിയാം. ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ധ്യാൻ ചേട്ടന്റെ സൈഡിൽ കുറച്ച് വാക്ക് കേൾക്കാനായിട്ട്. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് സംസാരിച്ചാലോ? എല്ലാവർക്കും നമസ്കാരം. ഒരു അരമണിക്കൂറായിട്ട് ആ ബ്ലോക്കിലായിരുന്നു. അപ്പൊ അവിടെ ഒരു ബസ്, എനിക്ക് തോന്നുന്നു ബസ് എന്തോ നടുവിൽ പെട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ക്രെയിൻ വന്നിട്ടാണ് ആ ബസ് എടുത്ത് മാറ്റിയത്. ആ ക്രെയിനിന്റെ പേര് ധ്യാൻ എന്നായിരുന്നു. അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു ഈ ബ്ലോക്ക് മാറ്റാൻ. എന്തായാലും ഇങ്ങനൊരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി പലപ്പോഴും ദൂരയാത്രക്കിടയിൽ തിരുവനന്തപുരത്തേക്കുള്ള വൈഫ് ഹൗസ് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ എപ്പോഴും കടന്നു പോകുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളി. അന്നൊന്നുമില്ലാത്തൊരു ബ്ലോക്ക് ഇന്നുണ്ടായി. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റസലിക്ക എന്നെ വിളിച്ചത് നൗഫലിക്കയാണ്. അപ്പം ഇങ്ങനൊരു പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു. ഡൗട്ട് വെച്ചിട്ട് ഈ അവസരത്തിൽ ചോദിക്കുകയാണ്, കൈക്ക് എന്ത് പറ്റിയത് അറിയാനുള്ള ഒരു ആകാംക്ഷയോട് ചോദിക്കുകയാണ്. ഇതുപോലത്തെ കാര്യത്തിന് ഭയങ്കര ആകാംക്ഷയായിരിക്കും പൊതുവെ. കൈ ഷൂട്ടിനിടയിൽ ഒരു ഫൈറ്റിനിടയിൽ ഒരാള് തല്ലി ഒടിച്ചതാ. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ധ്യാൻ ചേട്ടൻ അപ്പൊ നമുക്ക് ഇനി ഒഫീഷ്യൽ ഇനാഗുറേഷൻ സെറമണിയിലേക്ക് പോവാണ്. സോ ബിഫോർ ദാറ്റ് ധ്യാൻ ചേട്ടൻ ഒരു ബൊക്കെ തന്നെ ഒഫീഷ്യലി ഒന്ന് വെൽക്കം ചെയ്യാനായിട്ട് റസലിക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി തന്നെ കേട്ടോ. നിങ്ങൾ എല്ലാവരും ധ്യാൻ ചേട്ടനെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ധ്യാൻ ചേട്ടൻ കൊണ്ട് ഇവിടെ സ്റ്റേജിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഒഫീഷ്യൽ ഇനോഗ്രേഷന് ശേഷം തിരിച്ച് നമ്മളോടൊപ്പം ഈ സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് സ്കൈസെല്ലിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണി, റിബൺ കട്ടിംഗ് സെറമണി അവിടെയാണ് നടക്കുന്നത്. അപ്പൊ ധ്യാൻ ചേട്ടൻ നമുക്കിനി റിബൺ കട്ടിങ്ങിന് ശേഷം തിരിച്ച് നമ്മളോടൊപ്പം വേദിയിൽ തന്നെ